വെള്ളികെട്ടനാന്ന് കരുതിയോണ്ട് ഒരുപാട് ആളുകൾ ഇതിനെ തല്ലി കൊല്ലുന്നുണ്ട്. വേണ്ട, വളരെ പാവമായിട്ടുള്ളൊരു സാധു ജീവിയാണത്. ആളുകൾക്ക് കാര്യം പറയാനുള്ളത്, ഇത്തരം പാമ്പുകളെ പിടിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നിയമപരമായിട്ട് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു ചെറിയൊരു നിങ്ങൾക്കൊരു വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് കാട്ടുപാമ്പ് ഇനത്തിൽ പെട്ടതാണ്, ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലും ഒക്കെ സാധാരണ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിനെ നമ്മൾ വെള്ളിക്കെട്ടനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളിതിനെ തല്ലിക്കൊല്ലാറാണ് പതിവ്. വളരെ സാധുവായിട്ടുള്ളൊരു പാമ്പാണ്. അപ്പോൾ നമ്മളിതിനെ പരമാവധി കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാതിരിക്കുക. കാരണം ഇത് നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ളൊരു ജീവിയാണ്. ഇതില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എലിശല്യം കൂടും. എലിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എലി കൂടി കഴിഞ്ഞാൽ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ വന്ന് ആള് ചാവാനുള്ള ഏറ്റവും കാരണമായിട്ടുള്ളതാണ്. ഈ പാമ്പ് കടിച്ചിട്ട് മരണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. എലി ശല്യം കൊണ്ട് പ്ലേഗ് വന്നിട്ടുള്ള മരണങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ജീവിയാണ് ഇത്തരം പാമ്പുകൾ. അപ്പോൾ പാമ്പുകളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഇത് ട്രിങ്കറ്റ് സ്നേക്കാണ്, കാട്ടുപാമ്പാണ്. അപ്പോൾ ഇത് വിഷമില്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ, സാധാരണ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയമാണ്. അപ്പോൾ അതിനെ തല്ലി കൊല്ലാൻ നിൽക്കണ്ട. ഇതുപോലെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ സർപ്പാപ്പിൽ ആളുകൾ വന്നിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിക്കോളും. ശരി. അപ്പോൾ ഈ കെട്ടുകളൊക്കെ ശ്രദ്ധിച്ച്, കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് വെള്ളികെട്ടനാണ്. വെള്ളികെട്ടനാന്ന് കരുതിയോണ്ട് ഒരുപാട് ആളുകൾ ഇതിനെ തല്ലി കൊല്ലുന്നുണ്ട്. വേണ്ട, വളരെ പാവമായിട്ടുള്ളൊരു സാധു ജീവിയാണത്. സുരേഷേട്ടൻ എങ്ങനെ പഠിച്ചതൊക്കെ? ഇത് നമുക്ക് ഇതിനോടൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സർക്കാർ ഇതിപ്പോൾ ഇനി പാമ്പ് പിടിക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു ലൈസൻസ് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ലൈസൻസിനെ അപേക്ഷിച്ചു അവർ നമുക്ക് സർക്കാരിൻ്റെ ലൈസൻസ് കിട്ടിയില്ലേ? സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇതുപോലെ പാമ്പ് പിടിക്കാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ അവർ പിടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. എടുത്തുണ്ട്. അപ്പോൾ ഏത് വീട്ടിൽ നിന്ന് കിട്ടിയത്? ഇതിപ്പോൾ നമ്മുടെ അനിയലിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പം ഇനി ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ജനവാസ മേഖല അല്ലാത്ത ഭാഗത്ത് കൊണ്ട് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യും. അത് പരിചയം ഉണ്ടാവും, വേറെ പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാവാം, ഇഷ്ടംപോലെ. ഇതിപ്പോൾ അടുക്കളയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിൽ അവരെ തീറ്റ തേടി എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റ് ഇതൊക്കെ ഇടുമ്പോൾ അവിടെ എലികൾ കൂടും. അപ്പോൾ എലികളുടെ മണം പിടിച്ച് ഇത്തരം പാമ്പുകൾ വരും. അതുപോലെ തന്നെ പാറ്റകളും പല്ലുകളൊക്കെ കൂടി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ പാമ്പ്, ചുമരുപാമ്പ്, വെള്ളിക്കെട്ടൻ ഇതൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അകം ഇതൊക്കെ വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അതും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തല്ലി കൊല്ലാറാണ് പതിവ്. അപ്പോൾ ഇത്രയും പാമ്പുകളൊക്കെ തല്ലി കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പാറ്റകളും എലികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മണം പിടിച്ചിട്ട് ഈ പാമ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത് ചിലപ്പോൾ വെള്ളിക്കെട്ടനോ മൂർക്കനൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പാമ്പുകൾ വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ അതിനെ ശല്യപ്പെടുത്താതിരിക്കുക. അത് നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ജീവിക്കുന്ന ഒരു ജീവി തന്നെയാണ്. അപ്പോൾ സുരേഷേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ? അപ്പോൾ ഇത്തരത്തെ സാഹചര്യം നിങ്ങൾക്ക് പേടി വരുമ്പോൾ സ്വാഭാവികമായും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സർപ്പ ആപ്പിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് അതിൽ നമ്പർ അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ സർപ്പ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആരാണോ അടുത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടാവുന്നത് അതിൽ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളവിടുത്തെ കുറിച്ച് നീങ്ങിയ ഒരു കാടുണ്ട്. ആ കാട്ടിൽ അവൻ അയച്ചിടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരം പാമ്പുകളെ പിടിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നിയമപരമായിട്ട് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരു ചെറിയൊരു നിങ്ങൾക്കൊരു വിവരം തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ പാമ്പ് സിമ്പിളാണെന്ന് തോന്നിയിട്ട് പാമ്പിനൊക്കെ പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത്. പാമ്പ് ഏതായാലും കുട്ടികൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന വരില്ല. പാമ്പ് ഏതായാലും നമ്മളെ ഒന്നും അടുത്തേക്ക് പോകരുത്, അപകടകാരികൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും പാമ്പിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകാനോ അതിനെ പിടിക്കാനോ ശ്രമിക്കരുത്. ഇതുപോലുള്ള
ലൈസൻസിലായിട്ടുള്ള അറിവുള്ള ആളുകളെ വിളിച്ച് മാത്രം ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ കാട്ടിൽ തന്നെ കൊണ്ട് റിലീസ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ. നോക്കട്ടെ